ഇവ ചേർത്ത് വെച്ചൊരു സർക്കാരിനെ വിചാരണയ്ക്ക് വിധേയമാക്കിയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കിയാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ധാരണ കിട്ടും. പക്ഷേ അത് ചെയ്യാൻ ഇപ്പം കഴിയില്ല. അങ്ങനെ ഒരു സീരിയൽ സാധനം തുടങ്ങിയ രണ്ടാമത്തെ ദിവസം ആ ചാനൽ പൂട്ടിക്കും. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇവിടെ സന്ദർശിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ്, ജർമ്മനി, UK 3 രാജ്യങ്ങളുടെ ഹൈക്കമ്മീഷണർമാരോ അംബാസഡർമാരോ കൂടി ചേർന്ന് അവർ പത്രത്തിൽ ഒരുമിച്ച് ലേഖനം എഴുതി. ഇന്ത്യ രാജ്യത്ത് സമാനതകളില്ലാത്തൊരവസ്ഥയാണത്. ഈ ചാനലുകൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഒരു പൊതുബോധ നിർമ്മിതിയിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്കറിയാം. മാധ്യമ ചർച്ചകൾ യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രയോറിറ്റി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന്, ആ ഒരു സമയത്തിന് ഉതകുന്ന ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ മാറ്റപ്പെടുകയും അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ മാധ്യമ ചർച്ചകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നാം കാണുന്ന സാഹചര്യം ഉണ്ട് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു വിഷയത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നിഷാദ് സലഫി, ഒരു ജനാധിപത്യത്തിൻ്റെ വ്യത്യസ്ത തൂണുകളിലൊന്നായി, 4ാം തൂണായി മാധ്യമങ്ങളെ കാണേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ആ ഒരു തലത്തിലേക്ക് മാധ്യമങ്ങൾ വരുന്നുണ്ടോ, ഉയർന്നു വരുന്നുണ്ടോ? ഇവിടെ പൊതുവിൽ മാധ്യമപ്രവർത്തനം എന്നുള്ളത്, മാധ്യമപ്രവർത്തകർ എന്നുള്ളവർ ലോകത്ത് വലിയ റോള് നിർവഹിച്ച സാമൂഹ്യ മാറ്റങ്ങളിൽ, ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്വാതന്ത്ര്യ സമരകാലത്തും ചില പ്രസിദ്ധീകരണങ്ങൾ, ചില പത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മുമ്പ് ഒരാൾ പറയണ്ടായി, ഈ ഇബ്രാഹിം നബി നമ്രൂദിൻ്റെ അടുത്ത് പോയി നടത്തിയ ഒരു ചർച്ചയുണ്ടല്ലോ. അപ്പോൾ ഇബ്രാഹിം നബിനോട് ചോദിക്കും നമ്രൂദ്, ആരാണ് നിൻ്റെ ദൈവം, നിൻ്റെ പടച്ചോൻ ആരാണ്, അള്ളാഹു ആരാണ്? ഇബ്രാഹിം നബി പറയും, എൻ്റെ അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്രൂദ് ജയിലിൽ നിന്ന് 2 ആളെ വിളിക്കും, ഒരാളെ കൊല്ലും, ഒരാളെ വെറുതെ വിടും, ഒരു ഞാനും മരിപ്പിക്കും ജീവിപ്പിക്കും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി അതിന് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, എൻ്റെ റബ്ബ് കിഴക്ക് സൂര്യൻ ഉദിപ്പിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, നീ കഴിയുമെങ്കിൽ ബിഹാമിനൽ മഗ്രിബ്, പറ്റുമെങ്കിൽ നാളെ മുതൽ നീ പടിഞ്ഞാറ് സൂര്യൻ ഉദിപ്പിക്ക് എന്ന ചോദ്യം ഇബ്രാഹിം നബി വെക്കുന്നു എന്നാണ് ചരിത്രം. എന്നതുപോലെ കുറേ നമ്രൂദുമാരാണ് ശരിക്കും പറഞ്ഞ മാധ്യമങ്ങൾ. ആരിവിടെ ജീവിക്കണം, ആര് മരിക്കണം, ആര് നിലനിൽക്കണം, ആര് തകരണം എന്നൊക്കെ അവർ വിചാരിച്ചാൽ നടക്കും. അത്ര ഈ ബഷീർ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ ബോധത്തെ നിർണ്ണയിക്കുന്നതിൽ അത്ര വലിയ റോൾ ഇവർക്കുണ്ട്. എന്നാൽ ഇത് പോസിറ്റീവായി അവർ ചെയ്യുന്നുണ്ടോ? പോസിറ്റീവായി ചെയ്യേണ്ടതില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാനി പ്രഭാകരൻ്റെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചൊരു ക്ലിപ്പുണ്ടായിരുന്നു. നികേഷ് കുമാറും അവരും ഒരു വേദിയിലിരുന്ന് നടത്തുന്ന സംസാരത്തിൽ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഒന്ന് പുകഴ്ത്തിക്കൂടെ എന്ന ചോദ്യത്തിന് ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർ എന്നെ പഠിപ്പിച്ചത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ പറയാൻ ഗവൺമെൻറ് നമ്മൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഗവൺമെൻറ് PR എന്ന് പറയുന്ന PRD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്. അവർ കോടികൾ കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളോട് പല വഴികളിലൂടെ പറയുന്നു. മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അരുതായ്മകളെ തുറന്നു കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു ധർമ്മത്തിലേക്ക് സമൂഹത്തിനാവശ്യമുള്ള, രാജ്യത്തിനാവശ്യമുള്ള, ജനങ്ങൾക്കാവശ്യമുള്ള ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയനിലപാടുകളെ യാതൊരുവിധ ദയാദാക്ഷിണ്യവുമില്ലാതെ വിമർശിക്കുന്ന, അപ്പോഴാണ് മാധ്യമം എന്താകുന്നത്? 4ാം തൂണാകുന്നത്. അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്ക് മാധ്യമങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ മലയാള ചാനലുകളുടെ ചർച്ച എന്താണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ആഴ്ചകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളെ താല്പര്യമുണ്ടെന്ന് അവർ വിചാരിക്കുന്ന, മുഴുവൻ ജനങ്ങളുടെ മുഴുവൻ താല്പര്യം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്ന ഈ പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ചർച്ച നിൽക്കുകയാണ്. അവിടെ അതിജീവിതമാരുണ്ട്, അവർക്ക് നീതി കിട്ടണം, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അതുപോലെ തന്നെ ആരാണോ തെറ്റ് ചെയ്ത് അവർ ശിക്ഷിക്കപ്പെടണം, എന്നാൽ അതിൽ മറ്റൊരു അനീതി ഉണ്ടാകാനും പാടില്ല, അതൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ ഇത് ചില സമയത്ത് നമ്മൾ പറയാറുള്ളത് പോലെ വാർത്താ കച്ചവടമാണ് നടക്കുന്നത്, വാർത്താ വ്യാപാരം. മറ്റൊരു സമയത്ത് പണ്ട് ചില പ്രസിദ്ധീകരണങ്ങളിൽ നോവലുകൾ വരും, അതിൻ്റെ ഏറ്റവും ആകാംക്ഷഭരിതമായ സമയത്തെത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ തുടരും.
സീരിയലുകളെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല എന്നൊക്കെ തോന്നുന്നത്. എന്താണ് അതിൻ്റെ ഒരു ഉദ്വേഗജനകമായ അവസ്ഥയിലെത്തും പറയും അടുത്തുടരും. അതായത് അവർക്ക് വേണ്ടത് എന്താണ്? ആൾക്കാരെങ്ങനെ ഞങ്ങളുടെ കീഴിൽ നിർത്തണം. ഇതാണ് ഇപ്പോൾ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ IPL ക്രിക്കറ്റ് വന്നപ്പോൾ ഏതോ ചാനൽ ചർച്ചയിൽ ഒരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, IPL പറഞ്ഞാൽ കോട്ടിട്ടവൻ്റെ മത്തി കച്ചവടമാണ്. മത്തി കച്ചവടം മോശമല്ല കേട്ടോ, കോട്ടിട്ടവൻ്റെ മത്തി കച്ചവടമാണ്. ഞാൻ പറഞ്ഞു കുറേ കോട്ടിട്ട മനുഷ്യന്മാരെടുത്ത് നടത്തുന്ന ഈ അങ്ങാടി വ്യാപാരത്തേക്കാൾ തരം താഴുന്ന ഒരു തരം കച്ചവടമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ചാനലുകളിൽ നടക്കുന്നത്. തങ്ങൾക്ക് വ്യൂവർഷിപ്പ് വേണം, തങ്ങൾക്ക് റേറ്റിംഗ് വേണം, വരുമാനം വർദ്ധിക്കണം, അതിന് കോഴ കൊടുത്തും ഞങ്ങളാണ് മുന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ള ശക്തമായ ആരോപണങ്ങൾ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അത്ര നിലവാര തകർച്ചയിലേക്ക് ഇവർ പോയി. ഇപ്പോൾ ഇന്ത്യ രാജ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന വഴി ഏതാണ്? ഏറ്റവും അപകടകരമായ ഒരു വഴിയിലൂടെയാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇവിടെ സന്ദർശിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ്, ജർമ്മനി, UK 3 രാജ്യങ്ങളുടെ ഹൈക്കമ്മീഷണർമാരോ അംബാസഡർമാരോ കൂടി ചേർന്ന് അവർ പത്രത്തിൽ ഒരുമിച്ച് ലേഖനമെഴുതി. ഇന്ത്യ രാജ്യത്ത് സമാനതകളില്ലാത്തൊരവസ്ഥയാണത്. ഈ ചാനലുകൾ ചർച്ചയുണ്ടോ? നമ്മുടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്ന് ചാനലുകൾക്ക് അറിയോ? നമുക്ക് സംശയം തോന്നിപ്പോകാറുണ്ട്. സാധാരണ കൺവെൻഷനലായി നടത്തി വരുന്ന കുറേ കാലമായി തുടങ്ങുന്ന ചില കാര്യങ്ങൾ എന്നതിനപ്പുറമുള്ള ഒരു സീരിയസായി ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ മാത്രമുള്ള ഒരു ടേക്ക് ഈ ചാനലുകൾ ഈ വിഷയത്തിൽ എടുത്തുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡിഗോ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ചില കുത്തകകൾക്ക്, ചില വലിയ കോർപ്പറേറ്റുകൾക്ക് ചില മേഖലകളിൽ കുത്തകാവകാശം നൽകുമ്പോൾ അവിടെ സംഭവിക്കുന്ന വലിയ വീഴ്ചകളാണ് വിശദമായി ചർച്ചയ്ക്ക് വെക്കേണ്ട സംഗതിയാണ്. SIR നോക്കൂ, സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ ആളുകളുടെ വോട്ടർ അവകാശം അവസാനിച്ചു. അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരില്ല, എല്ലാം മരവിപ്പിച്ചു. അതുകൊണ്ട് ഓരോ മനുഷ്യരും വോട്ടുണ്ടാക്കാൻ പൗരത്വ രേഖ അന്വേഷിച്ച് ഓടുകയാണ്. അതിൻ്റെ പൂർണ്ണമായ പൾസ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇവിടുത്തെ മലയാളക്കരയിലെ വലിയ മാധ്യമധർമ്മം വിളമ്പുന്ന, രാജ്യസ്നേഹം പറയുന്ന, ഇവിടുത്തെ പലരെയും ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വീമ്പ് പറയുന്ന, ഇവിടുത്തെ ഞങ്ങൾ മുതിർന്ന മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ യഥാർത്ഥ മെറിറ്റ് വെച്ചുകൊണ്ട് ഈ സംഗതി ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതായിരിക്കും യഥാർത്ഥത്തിൽ ഉത്തരം. ഇപ്പോൾ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കഴിഞ്ഞ കാലങ്ങളിലൊന്നുമില്ലാത്ത വിധം കൂപ്പുകുത്തി. രാജ്യത്തിൻ്റെ നയങ്ങൾക്ക്, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. ആരാണിത് ചർച്ച ചെയ്യുന്നത്? ജനങ്ങൾ എവിടെയാണിത് അറിയുന്നത്? അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ പ്രസക്തമായ രാജ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നിരിക്കെ അതെല്ലാം അവോയ്ഡ് ചെയ്ത് ഇവിടെ വളരെ ചെറിയ അജണ്ടകളിൽ കേരളീയ സമൂഹത്തെ കെട്ടിയിടുന്ന അങ്ങേയറ്റം തരം താഴ്ന്ന മാധ്യമ പ്രവർത്തനമാണ് ഇവിടുത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ പോലും ചാനലുകളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് മാധ്യമങ്ങളെ കേൾക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്ത് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഉണ്ടാവുക, തെരഞ്ഞെടുപ്പ് വരിക, അത്തരം ഘട്ടങ്ങളിലൊക്കെ. ഇന്ന് ആ ഒരവസ്ഥയിലാണോ മാധ്യമങ്ങളുടെ ചർച്ചകൾ നീങ്ങുന്നത്? അല്ല, പ്രിൻ്റ് മീഡിയകളിൽ നിന്ന് ഈ വിഷ്വൽ മീഡിയകൾ വന്ന സമയത്ത് അതിൻ്റെ ഒരു കാഴ്ചകളുടെ ഒരു ധാരാളിത്വം വല്ലാണ്ട് ആളുകൾ ആഘോഷിച്ചിരുന്നു. ഒപ്പം തന്നെ രണ്ടാമത്തൊന്നെന്ന് വെച്ചാൽ ഒരു പത്രത്തിന് വേണ്ടി നമ്മൾ 24 മണിക്കൂർ കാത്തു നിൽക്കണം. ഇവിടെ ഒരു വാർത്ത നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ലഭിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ സാധ്യതകളാണ് ഈ സോഷ്യൽ നമ്മുടെ മീഡിയകൾ, വിഷ്വൽ മീഡിയ മുന്നോട്ട് വച്ചത്. അത് കൂടുതൽ ഈ ചാനലുകൾ രംഗത്ത് വരാനുള്ള കാരണമായി തീർന്നു. ഇന്ന് അതിൻ്റെ ഒരു വളരെ ക്രൈസിസ് നിറഞ്ഞൊരു ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മാധ്യമരംഗത്ത് ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കൊമേഴ്ഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിഭീകരമാണ്. ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തുടങ്ങാനോ ചെറിയ ഒരു വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാനോ പറ്റുന്ന ഒന്നല്ല ഈ ചാനലുകൾ.
അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷറിനടിപ്പെട്ടുകൊണ്ടുള്ള ഗിമ്മിക്കുകളൊക്കെ അവർ കളിക്കേണ്ടി വരുന്നുണ്ട്. ഒന്നുകിലൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലോ അതല്ലെങ്കിൽ 24 hours ന്യൂസ് ചാനലോ, ഈ രണ്ട് രീതിയിലുള്ള പോളുകളിൽ നിന്നുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ ഒരു കാലഘട്ടത്തിൽ സീരിയലുകൾ കൊണ്ട് കുത്തി നിറച്ചൊരു സമയം മുതൽ വേറൊരു സമയം വരെ അങ്ങനെ പോയിരുന്നു. പക്ഷെ അതിനുപോലും ആളുകൾ കുറഞ്ഞു. ഇന്ന് ആളുകൾക്ക് അത്ര സമയമൊന്നും അങ്ങനെ നാട്ടിലെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പോലും അതിന് സമയമില്ല, തയ്യാറല്ല. അപ്പോൾ അങ്ങനെ ദീർഘനേരം ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ന്യൂസുകൾക്കാകട്ടെ ഒരേ ന്യൂസ് തന്നെ പല രീതിയിലൊക്കെ പറഞ്ഞാലും ഡൈവേഴ്സിറ്റി കുറഞ്ഞു പോയി. ഏതിലാണ് ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്നതെന്ന് അറിയുന്നില്ല. ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി ഇല്ല. മാത്രമല്ല തങ്ങളുടെ ചാനലുകളെ 100% ഒന്നും വിശ്വസിക്കില്ല എന്നുള്ളതും ഓർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ പല രീതിയിലുള്ള ക്രൈസിസുകളിലൂടെയാണ് ഈ മാധ്യമങ്ങളെല്ലാം കടന്നു പോകുന്നത്. അപ്പോൾ ഇവർ ഏത് രീതിയിലുള്ള, ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ പത്രങ്ങളിൽ ഈ 5ഉം 6ഉം 7ഉം ഒക്കെ ലക്കമായിട്ട് മെച്ച ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന വലിയ സ്റ്റോറികൾ വരും. എക്സ്ക്ലൂസീവ് സാധനങ്ങൾ എന്തെങ്കിലും വരും. ആ ബോംബുകൾ പലപ്പോഴും പല സംസ്ഥാന സർക്കാരുകളെയൊക്കെ പിടിച്ചുലച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് പത്രങ്ങളിൽ പോലും അത്തരത്തിലുള്ള സാധനങ്ങൾ വരുന്നില്ല. അത്തരം സീരിയൽ ന്യൂസുകൾ നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ നിലവിലുള്ള സർക്കാരുകളുടെയൊക്കെ അഴിമതികളോ അല്ലെങ്കിൽ അവർ ചെയ്ത നെറികേടുകളോ ഇതൊക്കെ ഓരോരോ ചെറിയ എപ്പിസോഡായിട്ടേ വരുള്ളൂ. ആ വാർത്ത കഴിഞ്ഞു, അടുത്ത വാർത്ത ഒന്നും ഇത് കഴിഞ്ഞു. ഇവ ചേർത്ത് വെച്ച് നോക്കും. ഇവ ചേർത്ത് വെച്ചൊരു സർക്കാരിനെ വിചാരണയ്ക്ക് വിധേയമാക്കിയാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കിയാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ധാരണ കിട്ടും. പക്ഷേ അത് ചെയ്യാൻ ഇപ്പം കഴിയില്ല. അങ്ങനെ ഒരു സീരിയൽ സാധനം തുടങ്ങിയ 2ാമത്തെ ദിവസം ആ ചാനൽ പൂട്ടിക്കും. അപ്പോൾ അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല മീഡിയ ലോകത്ത് ചിലപ്പോൾ ഒറ്റപ്പെടും. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും മോശപ്പെട്ടിട്ടുണ്ട്, നേരത്തെ ഇവർ പരസ്പരം ചെളിവാരി എറിഞ്ഞിരുന്നില്ല, പരസ്പരം തൊട്ടിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു, ചെളിവാരി എറിയുന്നു എന്നുള്ളതാണ്. ഇത് അത്തരം മീഡിയകളുടെ ഇന്നത്തെ നിലയിലുള്ള ഒരു നിലവാര തകർച്ച മാത്രമല്ല, ഒരവസാനം കൂടെയാകുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വൻകിട മുതലാളിമാരിത് ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അവരും അത്ര വിജയിക്കുന്നുമില്ല. ഇപ്പോൾ ആ രീതിയിലൊക്കെ ഏറ്റെടുത്ത ചാനലുകളാണെങ്കിലും അവർക്ക് അതുകൊണ്ട് മാത്രമൊന്നും വിജയിക്കാൻ പറ്റുന്നില്ല. അതിലിപ്പോൾ മോദിയെ സപ്പോർട്ട് ചെയ്ത് കുറേ ന്യൂസ് ഇട്ടുകൊണ്ടൊന്നും അത് നടക്കുന്നില്ല. അത് ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള പ്രശ്നമുണ്ട്. എന്തായാലും കൂടുതലായി ഇന്ന് ചെറിയ ന്യൂസ് ചാനലുകളെ ആളുകൾ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം കൂടുതൽ ക്രെഡിബിലിറ്റിയുള്ള, ട്രസ്റ്റ്വർത്തിനെസ് ഉള്ള, കുറച്ചുകൂടെ ഒബ്ജക്റ്റീവിസമുള്ള മാധ്യമ ലോകം അതായി മാറുകയാണ്. ഒരുപക്ഷെ നാളെയുടെ ഒരു യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നത് അതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ മാധ്യമങ്ങൾ വല്ലതും പൂട്ടി പോകേണ്ടി വരും.